ഫെമിനിസ്റ്റുകൾ ഒരിക്കലും പുരുഷ വിരോധികളല്ല. മുൻപുള്ളതിനെ കഴിഞ്ഞും ഒരു വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു വേൾഡ് ഡ്രഗ്സിനുണ്ട്. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. നമ്മളിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറയാം, മാതാപിതാക്കൾ ഫ്രണ്ട്ലി ആയിരിക്കണം, കുട്ടികളോട് തുറന്ന് സംസാരിക്കണം. ഇതൊക്കെ വന്നാലും ഇതിനപ്പുറത്തേക്ക് കുട്ടികൾക്ക് തോന്നണം മാതാപിതാക്കളോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാനായിട്ട്. ഒരു സമയത്ത് കേട്ടിരുന്നു കൗശിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര പ്രണയമാണ് നിങ്ങൾ എന്നൊക്കെ കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഒന്നും കേൾക്കാത്ത രീതിയിൽ എല്ലാ റൂമേഴ്സും അങ്ങനെ തന്നെയല്ലേ. ജെൻസി പുണ്യമായി കാണുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകൾ പുണ്യമായി കാണുന്നില്ലായിരിക്കാം. എല്ലാവരുടെയും പുണ്യം ഒരുപോലെ ആവണമെന്നില്ല. അതുകൊണ്ടായിരിക്കാം എനിക്ക് എല്ലാ കാലത്തും പ്രണയം ഒന്ന് തന്നെയാണ്. അതിന് എത്ര കാലം കഴിഞ്ഞാലും അത് നിന്നു പോകാൻ പോകുന്നില്ല. എനിക്ക് എന്റേതായിട്ടുള്ള ആശയമുണ്ട്. അപ്പൊ അതിനോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടി നമ്മൾ നോക്കും. അതാരാണ്? അല്ലാതെ എന്റെ മാത്രം കാര്യമാണ്. കേരളം ഇപ്പോഴും ജനാധിപത്യ സ്ഥലം തന്നെയാണ്, ഇന്ത്യ ഇപ്പോഴും ജനാധിപത്യ സ്ഥലം തന്നെയാണ്. അപ്പം നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ ഒരു കോൺഫിഡൻസ് വേണ്ടത്? അതൊരു ധൈര്യം തന്നെയാണ്. നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ട്. ഒരു മീഡിയ ഒരു വീഡിയോ എടുത്ത് അത് ഇടുന്നുണ്ടെങ്കിൽ നമുക്കത് മോശമെന്ന് തോന്നിയാൽ അത് മാറ്റിക്കളയാനും അതിൽ കമന്റ് ചെയ്യാതിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു വീഡിയോ അടുത്ത ദിവസം അവിടെ ഉണ്ടാവില്ല. ലാലേട്ടനെ കാണിച്ച് മമ്മൂക്ക നടന്നു വരുന്നത് കണ്ടോ എന്ന് പറയുന്ന മീഡിയ നമ്മൾ കാണാറുണ്ട്. അതിന്റെ താഴെയും എടാ മണ്ട അത് ലാലേട്ടനാണ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നവരുണ്ട്. ഹലോ, ഹായ്, നമസ്കാരം. ഇറ്റ്സ് മീ ശിവൻകാട്സൻ ബറുവ. ഏവർക്കും ഐസ് ബ്രേക്ക് എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് സ്വാഗതം. ദ അനദർ എപ്പിസോഡ് ഓഫ് ബ്രേക്കിംഗ് പോയിന്റ്. ജെൻസി കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇപ്പോഴുള്ള യുവാക്കൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ളൊരു അവബോധം കുറവാണെന്നാണ് പൊതുവെ സമൂഹത്തിൽ എല്ലാവരും പറയുന്നത്. അല്ലെങ്കിൽ രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകൾ തുറന്നു പറയാനുള്ള മടി പൊതുവെ ജെൻസിയിൽ കാണുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നും തീർത്തും വിഭിന്നമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ കൂടെ. മറ്റാരുമല്ല, മീനാക്ഷിയാണ്. സ്വാഗതം. നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു ഇൻട്രോ? എങ്ങനെയുണ്ടായിരുന്നു? അല്ല, എനിക്ക് അങ്ങനെയാട്ടോ തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ പൊതുവേ ജെൻസി കുട്ടികൾക്ക് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള അവബോധം അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിലപാടുകളൊക്കെ പറയാനൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് അങ്ങനെ ഒരു മുഖം ചുളിവില്ല. പിന്നെ ഈ നമ്മൾ ഈ ജെൻസി എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തുന്ന ഒരു വിഭാഗമാണല്ലോ ഞങ്ങൾ ഉൾപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ പല അഭിപ്രായങ്ങളുള്ള ആളുകളാണ്. അപ്പൊ അത് മുന്നത്തെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു, താല്പര്യം ഇല്ലാത്തവരും താല്പര്യമുള്ളവരും ഒക്കെ. പിന്നെ മജോറിറ്റി എടുത്ത് നോക്കുവാണെങ്കിൽ മേ ബി ആയിരിക്കാം, അത് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്. അവരെപ്പോഴും നമ്മൾ എപ്പോഴും ഇപ്പൊ പുതിയ കാലമാകുമ്പോൾ നമുക്ക് പല കാര്യത്തിനും ഒരു തിരിച്ചറിവൊക്കെ വരുന്ന സമയമാണ്. സ്വന്തമായിട്ട് നമ്മുടെ ഹാപ്പിനെസ്സിന് എല്ലാത്തിനും ഉപരി മുൻതൂക്കം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതിനപ്പുറത്തേക്കൊന്നും അല്ല. എങ്കിൽ പോലും നമ്മൾ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഈ സമൂഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ മേഖലയിലും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടൊരു അവബോധം ഉണ്ടായിരിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് എന്താണ്? അവബോധം എല്ലാ കാര്യത്തിലും ആവശ്യമാണ്. അത് നമുക്ക് ഒരാൾക്ക് ഇല്ലാണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. എല്ലാം നിലപാടുകളെല്ലാം തുറന്നു പറയേണ്ടതാണെന്നുമില്ല. അതൊരാളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് പറയാതിരിക്കുന്നത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ അതിനെപ്പറ്റി അവർക്ക് അറിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. തുറന്നു പറയുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവർക്ക് അതിനെപ്പറ്റി അറിവില്ലാത്ത ഒരാളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. എന്താണ് ജെൻസി? അത് എനിക്കും കൃത്യമായി ധാരണ കിട്ടിയിട്ടില്ല. പല ആളുകളും നമ്മളെ പല രീതിക്കാണ്. അല്ല, ജെൻസി എന്ന് പറയുന്ന ഒരു വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് 1997 മുതൽ 2012 വരെ 15 വർഷത്തിനുള്ളിൽ ജനിച്ചവർ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാനും ജെൻസിയാണ്. ഞാൻ 99 ജെൻസിയാണ്. ഞാൻ 99 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജെൻസി വിഭാഗത്തിൽ പെടുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും നമുക്ക് രാഷ്ട്രീയ അവബോധമില്ല എന്ന് പറയുന്നത് എനിക്കൊന്ന് 2000-ന് പിന്നോട്ടുള്ളവർക്ക് പിന്നെയും രാഷ്ട്രീയ ബോധമുണ്ട്. പക്ഷേ എനിക്കൊന്ന് 2005-ന് ശേഷം ഉള്ളവർ തീർത്തും രാഷ്ട്രീയത്തെ എന്താ പറയുക കണ്ണടച്ച് കാണുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. രാഷ്ട്രീയം ശ്രദ്ധിക്കാറുണ്ടോ? രാഷ്ട്രീയം എല്ലാ മനുഷ്യരെയും പോലെ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ എനിക്ക് ആരെയും ഒരു കൂട്ടത്തിൽപ്പെടുത്തുന്നതിനോട് താല്പര്യമില്ലാത്ത ആളാണ്. ഒരു കൂട്ടത്തിൽപ്പെടുത്താന്ന് ഉദ്ദേശിച്ചത് ഇപ്പം നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ഇപ്പൊ ജെൻസി ആണെങ്കിൽ തന്നെ ജെൻസിയുടെ കൂട്ടത്തിൽപ്പെട്ട ആൾ, മറ്റതല്ലാത്ത കൂട്ടത്തിൽപ്പെട്ട ആൾ, അതുപോലെ തന്നെ നമ്മൾ കാസ്റ്റ് വേർതിരിവൊക്കെയും പറയുന്നത് ഇവർ ഇന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഇവരിന്. അത് നമുക്ക് തന്നെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുക. ഇത് ജെൻസികൾക്ക് രാഷ്ട്രീയം ഇഷ്ടമല്ല, അല്ലെങ്കിൽ ജെൻസികൾ ഇതിൽ ഇടപെടാറില്ല, നിങ്ങൾ ജെൻസി പിള്ളേരല്ലേ എന്ന് പറയുന്നത് അതിനോട് എനിക്ക് താല്പര്യമില്ല. എല്ലാവർക്കും അവരവരുടേതായ വ്യക്തി സ്വാതന്ത്ര്യമുള്ള സംസാരിക്കാൻ
ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഈ കാലഘട്ടത്തിലും ജീവിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ അവർക്ക് നല്ല, പക്ഷെ ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഇത്രയും ടീനേജ് പ്രായത്തിലുള്ള ആളുകളൊക്കെ ഒരു മോശം ഒരു തെറ്റ് കണ്ടാൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കണ്ടാൽ ചാടിക്കേറി പ്രതികരിക്കുന്ന ആൾക്കാരും ഇപ്പോഴാണ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നത്. പണ്ടുള്ളതിനെ കഴിഞ്ഞും പണ്ട് കുറച്ചുകൂടെയൊക്കെ എന്താ ഒരു അഡൽട്ട്ഹുഡിലേക്ക് എത്തിയതിനു ശേഷം നമ്മൾ അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാറുള്ളൂ. പക്ഷെ ഇന്ന് നമ്മൾ കോളേജിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ചെറുപ്പക്കാർ പെൺകുട്ടികളും ആൺകുട്ടികളുമാണ്. എന്തെങ്കിലും അവർക്ക് ഇപ്പം ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇപ്പൊ അവരുടെ പഠിത്തത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തടസ്സം നേരിട്ട് കഴിഞ്ഞാൽ അവരായിരിക്കും ആദ്യം അഡ്രസ് ചെയ്യുക. അവർക്ക് വീട്ടിൽ പോയി അച്ഛനെ അമ്മയും വിളിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമില്ല. അവർക്കറിയാം നേർക്ക് നേരം നിന്ന് സംസാരിക്കാൻ, മാന്യമായിട്ട് സംസാരിക്കാൻ ഒക്കെ അറിയുന്ന ഒരുപാട് പേരുള്ള ഒരു കാലഘട്ടത്തുമാണ് നമ്മൾ ജീവിക്കുന്നത്. അതുമാത്രമല്ല, ഈ സോഷ്യൽ മീഡിയയുടെ ഈ ആവിർഭാവമാണോ ഈ സത്യം പറഞ്ഞാൽ ജെൻസിക്ക്, എനിക്ക് വ്യക്തിപരമായിട്ട് ജെൻസിക്ക് ഈ എന്താ തുറന്നു പറയാനുള്ള ശേഷി കുറഞ്ഞു, അല്ലെങ്കിൽ ഡ്രഗ്സിനോടൊക്കെ കൂടുതൽ അഡിക്ഷൻ, അതിലേക്കൊക്കെ ജെൻസി കൂടുതൽ വഴുതി വീഴുന്നു. പണ്ടില്ലായിരുന്നു എന്നല്ല കേട്ടോ പറയുന്നത്, പണ്ടുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അത് കുറച്ച് കൂടുതൽ വാർത്തകളിലൂടെ നമ്മൾ കൂടുതൽ അറിയുകയാണ്. അതുപോലെ തന്നെ ഈ കൊലപാതകങ്ങൾ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജെൻസി വിദ്യാർത്ഥികളുടെ ഇടയിൽ അല്ലെങ്കിൽ ജെൻസി കുട്ടികളുടെ ഇടയിൽ കുറച്ച് കൂടുതലായിട്ട് കാണുന്നു എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അതിൻ്റെ ഒരു കാരണമാണെന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എല്ലാം ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഇപ്പോൾ ഞൊടിയിടയിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന കാലഘട്ടമാണ്. അതെ, അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. പോസിറ്റീവ് ആണ്, അതിൻ്റെ നെഗറ്റീവ് ഉണ്ട്. അതിൻ്റെ കൂടുതൽ നെഗറ്റീവാണ് ഉപയോഗിക്കുന്നത് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് തോന്നാറില്ല. പിന്നെ ഈ പറഞ്ഞ ഡ്രഗ്സിന്റെ യൂസേജും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴാണ് കൂടുതലും രഹസ്യമായൊരു ലോകം ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ഈ ഡ്രഗ്സിന്റെ ഒക്കെ ഇടയ്ക്ക്. അപ്പൊ മേ ബി അങ്ങനെയുള്ളത് കൊണ്ട് അതിന്റെ കീഴ്പ്പെടാനായിട്ടും ഒരുപാട് ആളുകൾ ഉണ്ടാവാം. അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സുകളാണ്, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ്. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ മുൻപുള്ളതിനെ കഴിഞ്ഞും ഒരു വളരെ സീക്രട്ട് ആയിട്ടുള്ളൊരു വേൾഡ് ഡ്രഗ്സിനുണ്ട്. അപ്പൊ മേ ബി അതുകൊണ്ടൊക്കെയും ആയിരിക്കാം ഇങ്ങനെ ഇപ്പൊ നമുക്ക് കാണുമ്പോൾ. പക്ഷെ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് കൊലപാതകങ്ങൾ നടക്കുന്നതെന്നോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്നോ എനിക്ക് തോന്നുന്നു. ഞാൻ കോട്ട് ചെയ്തെന്നുള്ളൂ, കൂട്ടിച്ചേർത്ത്. അതായത് ഡ്രഗ്സിന്റെ ഉപയോഗം, അതുപോലെ തന്നെ കൊലപാതകങ്ങൾ, അതുപോലെ ഇപ്പൊ പണ്ടത്തേക്കാൾ ഒരുപാട് ഈ നമ്മുടെ അച്ഛനമ്മമാരെയൊക്കെ കൊലപാതകം ചെയ്യുന്ന കുട്ടികൾ ഒരുപാടുണ്ടാവുന്നു. ഈ അടുത്ത് ഒരു അഫാൻ എന്ന് പറയുന്ന ഒരു കേസൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. ഓർക്കുന്നില്ല? ഒരു കുടുംബത്തിലെ 7 പേരെ കൊന്ന അഫാന്റെ കേസ് ഓർക്കുന്നുണ്ടോ? ശ്രദ്ധിക്കാതെ. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഇവരുടെ എല്ലാം മാനസിക സ്ഥിതിയും കൂടെ നമ്മള് മുൻനിർത്തേണ്ടതുണ്ട്. ഇപ്പം ഈ ഡ്രഗ്സ് ഉപയോഗം എന്ന് പറയുമ്പോഴും അതിന് മുന്നേ അവർക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവർ ഏത് രീതിയിൽ കൂടെയാണ് കടന്നു പോയത്. ഇപ്പൊ കുറച്ചും കൂടെ മുന്നേ ഒക്കെ പറയായിരുന്നു, എന്തെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ട് മാനസികമായിട്ട് ഫീൽ ചെയ്യാണ്, വെറുതെ ഒറ്റയ്ക്കിരുന്ന ഒരാൾക്ക് കരയാൻ തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അച്ഛനോടോ അമ്മയോടോ അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ നമ്മളോട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ നമുക്ക് ഇവരോടൊരു ദേഷ്യം വരിക, വെറുപ്പ് വരിക. ടീനേജിലൊക്കെ അത് വളരെ യൂഷ്വൽ ആയിട്ട് നമുക്ക് തോന്നും. നമ്മളോട് എങ്ങോട്ടെങ്കിലും പോകണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും അതെന്തിനാ നിങ്ങളിപ്പോ അങ്ങനെ പറയുന്നത് എന്നൊരു കാര്യം വരും. പക്ഷെ അതിനുശേഷവും ഇതിങ്ങനെ നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ അത് ഒരാളുടെ സ്വഭാവമായിട്ട് നമ്മൾ കണ്ടിരുന്നു. വെറുതെ അവൻ അങ്ങനെ ആരുടെ അടുത്ത് വരാറൊന്നുമില്ല, വെറുതെ എപ്പോഴും ഒറ്റയ്ക്കിരുന്ന കാര്യമാണ്, അത് അവന്റെ സ്വഭാവമാണ് എന്ന് നമ്മൾ മുദ്ര കുട്ടി അവിടെ വെക്കും. ആ കുട്ടി എപ്പോഴും ദേഷ്യമാണ്. പക്ഷെ ഇന്നത്തേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും അടുത്തുള്ള ആളുകളാണെങ്കിലും നമുക്ക് പറയാൻ പറ്റും, ഒരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തുകൂടെ, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഒരു പ്രൊഫഷണലിനെ കാണിച്ചുകൂടെ, നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന്. അപ്പൊ മേ ബി ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തിരുന്നെങ്കിൽ ഇത്ര പ്രശ്നങ്ങൾ അത് മേ ബി ഒഴിവായി പോയാലും, മേ ബി ആണ് കേട്ടോ, ഒരു സാധ്യതയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിനും നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഡ്രഗ് അബ്യൂസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഓരോ മനുഷ്യരുടെയും മെന്റൽ സ്റ്റേറ്റിനും നമ്മൾ വളരെയധികം മുൻതൂക്കം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും ഈ തുടക്കത്തിൽ തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോഴോ, ഇപ്പം ആന്റി ഡിപ്രഷന്റെയും ഒക്കെ മരുന്നുകൾ എടുക്കുന്ന ഒരുപാട് പേരാണ് നമ്മുടെ ചുറ്റും. അപ്പോൾ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ കുറച്ചും കൂടെ ആൾക്കാർക്ക് സ്വന്തം പ്രശ്നങ്ങൾ അവരുടെ മാത്രമാണ്. പക്ഷെ പണ്ട് കുറച്ചുകൂടെ നമുക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഇൻഡിപെൻഡന്റ് ആവുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു പ്രായം എത്തുമ്പോൾ നമ്മൾ ഇൻഡിപെൻഡന്റ് ആണ്, നമ്മൾ വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആണ്, നമുക്ക് പഠിക്കണം എന്ന് നമുക്ക് തന്നെ നിർബന്ധമുണ്ട്. നമ്മളെ ആരെയും ഉന്തി തള്ളി വിട്ടിട്ടല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്. എനിക്ക് പഠിക്കണം, എനിക്ക് വർക്ക് ചെയ്യണം, എനിക്ക് ഏൺ ചെയ്യണം. അതൊക്കെ ഇപ്പൊ പെൺകുട്ടികളായാലും അതൊക്കെ നമുക്ക് ഭയങ്കര കൂടുതലാണ്. പക്ഷെ പണ്ട് എപ്പോഴും നമ്മളെ അച്ഛനും അമ്മയും നോക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാം നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് വീട്ടുകാരുടെ ബുദ്ധിമുട്ടായിട്ട് മാറും. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ മാത്രമാണ്. നമുക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് നമ്മുടെ മാത്രമാണ്. അത് ഞാൻ ചോദിക്കുന്നത്, അത്തരത്തിൽ മാനസികമായ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകുമ്പോൾ അത് അച്ഛനോട് അല്ലെങ്കിൽ അമ്മയോട് അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ പറയേണ്ടതല്ലേ? അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവരുടെ ചേട്ടന്റെ സുഹൃത്തുക്കളെ പോലെ ആവണമെന്നില്ല എല്ലാവരുടെയും സുഹൃത്തുക്കൾ. അപ്പം ഇത് നമ്മുടെ ഒരു ബുദ്ധിമുട്ട് അച്ഛനോടും അമ്മയോടും നമുക്ക് നമ്മുടെ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമുക്ക് അങ്ങനെ നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ഓരോ ആൾക്കാരുടെയും വളരെ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫാണ്. അപ്പം അവരുടെ അച്ഛനും അമ്മയും എങ്ങനെയാണ് ഉള്ളിലൊരു വ്യാകുലത ഉണ്ടായാൽ അമ്മയോട് പറയോ അച്ഛനോട് പറയോ? അങ്ങനെ ഞാൻ രണ്ടുപേരോടും പറയാം. രണ്ടുപേരോടും മീൻസ് അത് അനുസരിച്ചാണ്. കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ എപ്പോഴും ഷെയർ ചെയ്യുന്നത്
ഇഷ്ടമുള്ള ആളാണ്. എല്ലാ ആളുകളും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. പിന്നെ ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ സേഫ് ആയ ഒരു സ്ഥലത്താണ്. എന്റെ അച്ഛനും അമ്മയും പോലെ ആയിരിക്കണം എന്നില്ല എല്ലാ കുട്ടികളുടെയും അച്ഛനും അമ്മയും. സേഫ് അല്ലെന്നാണ് പറയുന്നത്. ആരുടെ? എന്റെ സേഫ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്റെ വളരെ സേഫ് ആയതുകൊണ്ടാണ് ഞാൻ സേഫ്. എല്ലാ അച്ഛനമ്മമാരും സേഫാണ്. എല്ലാവർക്കും എല്ലാ അച്ഛനമ്മമാർക്കും അവരുടെ കുട്ടി വളർന്ന് നന്നായി വരണം, നല്ലൊരു മകനാവണം, മകളാവണം, ഇതൊക്കെയാണ് ആഗ്രഹം. എൻ്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാവരെയും പോലെ അത് തന്നെയാണ്. പക്ഷെ ഈ പേരൻസ് ചൂസ് ചെയ്യുന്ന രീതി പലപ്പോഴും വ്യത്യസ്തമാണല്ലോ. അപ്പം ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും എന്തെങ്കിലും കാര്യം എൻ്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ അത് കാരണം സഹിതം എൻ്റെ അടുത്ത് പറയണം. ഒരു കാര്യം ഞാൻ ചെയ്യണ്ട മോളെ, അത് ചെയ്യരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഞാനത് ചെയ്യില്ല, എന്തുകൊണ്ട് ഞാനത് ചെയ്യണ്ട എന്നുള്ളത് എനിക്ക് പറഞ്ഞു തരണം. പക്ഷെ എല്ലാ വീടുകളിലും ഇങ്ങനെ ആവണം എന്നില്ല. നോ ഇസ് എ നോ. അവിടെ കാരണങ്ങളൊന്നുമില്ല. ഞാൻ ഇപ്പൊ നമ്മുടെ അടുത്ത് എല്ലാവരും പറയും നോ പറയേണ്ട അടുത്ത് നോ പറയണം കുട്ടികളുടെ അടുത്ത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും ഒരു പ്രായമായ കുട്ടികളുടെ അടുത്ത് കേട്ടോ, ഒരു ടീനേജ് പ്രായത്തിലുള്ളവരുടെ അടുത്തൊക്കെ നമ്മൾ നോയെ കഴിഞ്ഞും കൂടുതൽ നമ്മളൊരു സജഷനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ സ്ഥലത്തും നമ്മളൊരു നോ ആഗ്രഹിക്കുന്നില്ല. അവിടെ പോരുത്, നോ, കാരണങ്ങളൊന്നുമില്ല, നോ, അത് പറ്റില്ല. അതൊരു സജഷനാണ് നമുക്ക് എപ്പോഴും ആഗ്രഹം. ഇന്ന കാരണങ്ങൾ കൊണ്ട് അവിടെ പോവാതിരുന്നാൽ നല്ലതായിരിക്കാം. കാരണം നമുക്ക് ആ സജഷനിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റണം ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റണം. എപ്പോഴും നമുക്ക് ഒരാൾ ചൂസ് ചെയ്ത് തന്നുകൊണ്ടിരുന്ന എത്ര നാൾ നമ്മളങ്ങനെ നിൽക്കും? നമ്മൾ ഒരു അഡൽട്ട്ഹുഡിലേക്കാണ് വളർന്നു വരുന്നത്. ഒരു കുട്ടി ഒരു ടീനേജ് പ്രായം കഴിഞ്ഞ് അവനൊരു അഡൽട്ട് ആവാൻ പോവാണ്. അപ്പൊ അതനുസരിച്ച് വേണം പേരന്റിങ് ആയാലും. അതാണ് ചോദിക്കുന്നത്. പേരന്റിങ് എന്ന് പറയുന്നത് വലിയൊരു വാക്കാണ് അല്ലെ, ചെറിയൊരു വാക്കല്ല. എങ്ങനെയായിരിക്കണം ഒരു അച്ഛനും അമ്മയും ഒരു കുട്ടിയോട് ഇടപെടേണ്ടത്, അല്ലെങ്കിൽ ആ കുട്ടിയെ എങ്ങനെയായിരിക്കണം? കാരണം ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് പറയാൻ മീനാക്ഷിക്ക് സാധിക്കും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഞാനൊരു കുട്ടിയുടെ സ്ഥാനത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഒരിക്കലും ഒരു മാതാപിതാക്കളുടെ മാനസികാവസ്ഥ കുറച്ചുകൂടി എനിക്ക് എന്റെ അച്ഛയമ്മയോ ഉള്ളതുകൊണ്ട് എനിക്കത് മനസ്സിലാവുമായിരിക്കും. കുട്ടിയുടെ മാനസികാവസ്ഥയാണ് നമുക്ക് അറിയേണ്ടത്. കുട്ടിയുടെ മാനസികാവസ്ഥ എപ്പോഴും നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്. കാരണം ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അത് പേരൻസിന് വന്നിരുന്ന വലിയൊരു ഉത്തരവാദിത്വമാണ്. ഒരു 10-18 വയസ്സ് വരെയും അവരെ ടേക്ക് കെയർ ചെയ്യുക, അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ ആകെ ആഗ്രഹിക്കുന്നത് എനിക്ക് ഇത് നല്ലതായേക്കാം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് കൊള്ളാം, എനിക്ക് ഇന്നേ വരെ എനിക്കൊരു ബുദ്ധിമുട്ട് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല, എവിടെയും എന്നെ ഒരു സ്ഥലത്ത് ഇങ്ങനെ അടച്ചിടുന്നതായി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, എനിക്ക് അതുകൊണ്ട് നല്ലതേ വന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നതിന്റെ കാരണം എൻ്റെ അച്ഛനും അമ്മയും എന്നെ സെപ്പറേറ്റ് ഒരു വ്യക്തിത്വമായി കണക്കാക്കി. അവരുടെ കുട്ടി എന്നതിനപ്പുറത്തേക്ക് ഞാൻ വേറെ തന്നെ ഒരു വ്യക്തിയാണ്. എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ വേറെ ആയിരിക്കാം, എൻ്റെ അഭിപ്രായങ്ങൾ വേറെ ആയിരിക്കാം. പക്ഷെ എൻ്റെ അഭിപ്രായങ്ങളെ അവർ ബഹുമാനിച്ചു, എനിക്കത് പറയാനുള്ള സ്പേസ് തന്നു. വീട്ടിൽ 2 അഭിപ്രായങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അച്ഛനും അമ്മയും ഞാനും കൂടെ ഇരുന്ന് സംസാരിക്കുമ്പം അവരുടെ അഭിപ്രായം ആയിരിക്കണം എന്നില്ല എനിക്ക്. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും നീ അല്ലേ ചെയ്യുന്നത്, നീ ചെയ്തോ. പക്ഷെ അപകടം ഉണ്ടാക്കാത്ത കാര്യങ്ങൾ, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ എപ്പോഴും അത് കൈകാര്യം ചെയ്ത് പോകാറുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തും വേണം എന്നാണ് എൻ്റെ ഇഷ്ടം, അതാണ് എനിക്ക് താല്പര്യം. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കാം. പ്രത്യേകിച്ച് എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, ഒരു കുഞ്ഞു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഇത് വരുന്ന സമയത്ത് അച്ഛനും അമ്മയാണ് അതിൽ മെയിൻ ആളുകൾ, ഇവരാണ് എപ്പോഴും വരിക ഇതിൽ. അപ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് എൻ്റെ അതേ പ്രായമുള്ള പെൺകുട്ടികളാണ് അച്ഛൻ ഏറ്റവും കൂടുതൽ ഫാൻസ്. എപ്പോഴും അച്ഛൻ തന്നെയാണ് വിളിക്കുക, അനുവച്ചാന്ന് വിളിച്ചിട്ട് അച്ഛൻ്റെ അടുത്താണ് ഈ പെൺകുട്ടികൾ ഓടിച്ചില്ല. അപ്പൊ എനിക്ക് ആദ്യം അത്ഭുതമായിരുന്നു, ഇതെന്തിനാ എൻ്റെ അച്ഛനോട് മാത്രം ഇത്ര ഇഷ്ടം, എന്തിനാ അങ്ങനെ കാണിക്കുന്നത്? അപ്പോൾ അമ്മയുടെ അടുത്തുണ്ടാവും ആൺകുട്ടികൾക്ക്. ഇപ്പൊ എനിക്ക് 2 അനിയന്മാരാണ്. അപ്പൊ ഇവരെ രമ്യാമ്മയെന്ന് വിളിച്ചിട്ട് വരും. അപ്പൊ ഞാൻ ഇതെന്താ ഇവരുടെ അടുത്ത് മാത്രം ഇങ്ങനെ ചെയ്യുന്നത്, അതെന്തുകൊണ്ട് അത്ര ഇഷ്ടം എന്ന് മനസ്സിലാകുന്നില്ല. എന്നോടുള്ളതിനെ കഴിഞ്ഞു അടുപ്പം അച്ഛയോടും അമ്മയോടാ കാണിക്കുക. അപ്പൊ എപ്പം ഈ ആളുകൾ എന്നോടൊന്ന് ചോദിക്കാൻ തുടങ്ങി, നിങ്ങളുടെ വീട്ടിൽ ശരിക്കും ഇങ്ങനെയാണോ, അത് നിങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് അഭിനയിക്കുന്നതാണോ? അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാ വീടുകളിലും ഇങ്ങനെയല്ല, ഇങ്ങനെ ഒരു സാഹചര്യമല്ല എല്ലായിടത്തും ഉള്ളത്. നമ്മൾ എത്രയൊക്കെ നമ്മളിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറയാം, മാതാപിതാക്കൾ ഫ്രണ്ട്ലി ആയിരിക്കണം, കുട്ടികളോട് തുറന്ന് സംസാരിക്കണം, ഇതൊക്കെ വന്നാലും ഇതിനപ്പുറത്തേക്ക് കുട്ടികൾക്ക് തോന്നണം മാതാപിതാക്കളോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാനായിട്ട്. അതിനുള്ള വഴി അച്ഛനമ്മമാരെ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. അവര് നമ്മൾ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കേണ്ട അച്ഛനമ്മയല്ലേ? അതെ, കുട്ടികൾക്ക് എന്തറിയാം? അത് ആദ്യം തൊട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു കുട്ടിക്ക് പക്വതയില്ലാത്ത പ്രായത്തിൽ കുട്ടിയെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യേണ്ട, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നല്ല പേരൻസ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ പ്രധാനപ്പെട്ട നമുക്കിങ്ങനെ ഓരോ വിഷയങ്ങൾ അധിഷ്ഠിതമായിട്ട് ഇങ്ങനെ സംസാരിച്ചു പോകാം. അപ്പം അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിപ്പം ജെൻസിയുടെ പ്രണയം. ജെൻസിയുടെ പ്രണയം ഇപ്പോൾ പഴയ എന്താ പറയുക, പണ്ടുള്ള കാലഘട്ടത്തിൽ മരം ചുറ്റി പ്രണയം അല്ലെങ്കിൽ വളരെ പുണ്യമായി കണ്ടിരുന്ന ഒരു പ്രണയം എന്ന് പറയുന്നതല്ല ഇന്നിപ്പോൾ ജെൻസിയുടെ ഇടയിൽ നടക്കുന്നൊരു പുതിയൊരു സംസാരമുണ്ട്. എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്?
അത് ജെൻസി പുണ്യമായി കാണുന്നത് പണ്ടുള്ള ആളുകൾ പുണ്യമായി കാണുന്നില്ലായിരിക്കാം. എങ്ങനെ ജെൻസി പുണ്യമായി കാണുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകൾ പുണ്യമായി കാണുന്നില്ലായിരിക്കാം. അത് വളരെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട പുണ്യം ഉത്തരവാണ്. ഒരുപോലെ ആവണമെന്നില്ലല്ലോ. ഇല്ല ഇല്ല അതുകൊണ്ടായിരിക്കാം എനിക്ക് എല്ലാ കാലത്തും പ്രണയം ഒന്ന് തന്നെയാണ്. നമുക്ക് മറ്റൊരാളോട് തോന്നുന്ന ഇഷ്ടം പ്രണയം തന്നെയാണത്. അത് എല്ലാ കാലത്തും പ്രണയം അങ്ങനെ തന്നെയായിരിക്കും. അത് മനുഷ്യരിലുള്ള ഒരു സർവൈവലിന്റെ ഭാഗമായിട്ടും കൂടെ വന്നു ചേർന്നിരിക്കുന്ന ഒരു വികാരമാണ്. അത് എന്നും അങ്ങനെ തന്നെയായിരിക്കും. അതിന് എത്ര കാലം കഴിഞ്ഞാലും അത് നിന്നു പോകാൻ പോകുന്നില്ല. പക്ഷെ ഈ പ്രണയത്തിൽ പക്ഷെ ഈ പറഞ്ഞ പോലെ ജീവിത രീതികൾ മാറ്റമായിരിക്കാം. പണ്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ എല്ലാ കാലത്തും ഒരു പുതിയ തലമുറയും ഒരു പഴയ തലമുറയുണ്ട്. നമ്മളൊക്കെ വരും കാലത്തിന്റെ പഴയ തലമുറകളാണ് ഈ പറയുന്ന ജെൻസിയും ആളുകളെല്ലാം. അപ്പൊ നമുക്കിപ്പം നല്ലത് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് വളരെ മോഡേൺ എന്ന് തോന്നുന്ന പല കാര്യങ്ങളും അത് ഇത് എന്തൊരു പഴഞ്ചൻ രീതികളാണ് എന്ന് അടുത്ത ജനറേഷന് തോന്നും. അത് സംശയമില്ലാത്ത കാര്യമാണ്. വരും ജനറേഷൻ അത് അങ്ങനെയാണ് ഫീൽ ചെയ്യുക. അത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിവാഹത്തിന്റെയോ അല്ലെങ്കിൽ പ്രണയത്തിന്റെയോ ഒക്കെ കാര്യം പറയുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. പണ്ട് കുറച്ചും കൂടെ ഈ പറയുന്നത് പോലെ ഒരാളെ ഇഷ്ടപ്പെടുന്നു, നമ്മൾ കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ അറേഞ്ച്ഡ് ആയിട്ടാണെങ്കിലും ഒരു വിവാഹം സ്വീകരിക്കുന്നു, അതിനുശേഷം എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ച് അവിടെ നിൽക്കുന്ന ആളുകൾ ഒരുപാടാണ്. എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇതോടുകൂടി ഒരു ഫുൾ സ്റ്റോപ്പ് ആണ് എന്ന് വിചാരിക്കുന്ന ഒരു ഇതുണ്ട്. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്നൊരു പാർട്ട്ണർഷിപ്പാണ്. ഇന്ന് അങ്ങനെയല്ല എന്ന് പറയുന്നതിന്റെ കാര്യം ഇന്ന് ജെൻസി ആയതുകൊണ്ടല്ല. ഇന്ന് കാലഘട്ടം വ്യത്യാസമാണ്. ഇന്ന് ആളുകളുടെ ചിന്താഗതിയും വ്യത്യാസമാണ്. ഈവൻ അച്ഛനമ്മമാരുടെ പോലും ചിന്താഗതി വ്യത്യാസമാണ്. എത്ര വീടുകളിലാണ് അല്ലെങ്കിൽ എത്ര സ്ഥലങ്ങളിലാണ് നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് അച്ഛനമ്മമാർ ഇന്നുണ്ട്. ഇല്ലാത്ത ആളുകളും ഒരുപാട് പേരാണ്. എനിക്ക് ഇങ്ങനെയുള്ളത് കൊണ്ട് എല്ലാവരും ഇങ്ങനെയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടിക്കൂടി വരുന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അല്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ എന്നൊരു ചോദ്യവും കൂടെ എനിക്ക് ഇന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അന്നുള്ളതിനെ കഴിഞ്ഞും ഇന്ന് നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും രണ്ടുപേരുടെ ഇഷ്ടവും വലുതാണ്. രണ്ടുപേർക്കും ജോലി വേണമെന്നും സ്വന്തമായിട്ട് അവർ തന്നെ അവരുടെ ഇഷ്ടമുള്ളവരെ കണ്ടുപിടിക്കണമെന്നും ഒക്കെ നിർബന്ധമുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്കത് ഇഷ്ടമാണ്. എനിക്കതുകൊണ്ട് മീനാക്ഷി പ്രണയ വിവാഹമായിരിക്കുമോ അതോ അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കും? ഞാൻ ഉറപ്പായിട്ടും ഞാൻ തന്നെ ഇഷ്ടപ്പെട്ട് എന്റെ ഇഷ്ടത്തിന് അനുസരിച്ച് ഒരാളെ ആ ആൾക്കും കൂടെ കേട്ടോ അങ്ങനെ രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ മാത്രം നടക്കുന്നൊരു വിവാഹമായിരിക്കും. അതിനെപ്പറ്റി ഒന്നും ഇപ്പൊ ചിന്തിക്കുന്നേ ഇല്ല. ഇപ്പൊ നമ്മുടെ ഇഷ്ടങ്ങളും അതെ 20 വയസ്സേ ഉള്ളൂ. അപ്പൊ ഒരു 10-28 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ നമ്മൾ കുറച്ച് സംസാരിച്ചു പോയി. അതിൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലെ കുറേ മീഡിയകൾ കുറച്ച് ദുരുദ്ദേശത്തോടു കൂടിയുള്ള വീഡിയോ പ്രദർശനം നടത്തുന്നു. സ്ത്രീകളെ വേറൊരു വസ്തുവാക്കി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പണസമ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് പരക്കെ ഒരാക്ഷേപമുണ്ട്. ചെറുതായിട്ടല്ല, അത് വലിയ രീതിയിൽ ആക്ഷേപമുണ്ട്. അതിനെങ്ങനെയാണ് നോക്കിക്കാം. അതുപോലെ തന്നെ ഒരുപാട് റൂമറുകൾ ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ പടച്ചുവിടുക എന്നുള്ള രീതിയിലൊക്കെയുള്ള പരിപാടികൾ മറ്റ് ചില മാധ്യമങ്ങളും ഇങ്ങനെ ചെയ്യുന്നു. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ മാധ്യമങ്ങൾ എന്ന് പറയും അത്തരത്തിൽ പ്രവർത്തനം ചെയ്യുന്നവരെ. എത്തരത്തിലാണ് അങ്ങനെയുള്ള പാപ്പരാസികളെ കുറിച്ച്? മീഡിയാസ് എപ്പോഴും രണ്ട് തരമാണ്. ഒന്ന് നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമായിരിക്കും. എന്ത് നടക്കുന്നു, എവിടെ നടക്കുന്നു, എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അങ്ങനെയുള്ള നല്ല മീഡിയാസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ദുരുദ്ദേശത്തിൽ വീഡിയോ എടുക്കുന്ന ആളുകളെ ഈ പറഞ്ഞ പോലെ അത് കാണാനും ആളുകളുണ്ട് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. അതുകൊണ്ടാണല്ലോ. പക്ഷെ അതിൻ്റെ എന്താ പറയുക, ഇത്തരത്തിൽ ഒരു പ്രദർശിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് കാണാൻ ആളുണ്ടാവുമല്ലോ. അപ്പൊ രണ്ടുപേരും ചെയ്യുന്നത് ഒരേ തരത്തിലുള്ള മോശമല്ല. അത് പറയാൻ പറ്റില്ല. അതെങ്ങനെയാ പറയാൻ പറ്റില്ല? ഞാൻ ഉറപ്പായിട്ടും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം ഒരു മീഡിയ ഒരു വീഡിയോ എടുത്ത് അത് ഇടുന്നുണ്ടെങ്കിൽ നമുക്കത് മോശമെന്ന് തോന്നിയാൽ അത് മാറ്റിക്കളയാനും അതിൽ കമന്റ് ചെയ്യാതിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു വീഡിയോ അടുത്ത ദിവസം അവിടെ ഉണ്ടാവില്ല. അതിൻ്റെ അതാണ് പറഞ്ഞത്. കൃത്യമായിട്ട് ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു മലയാളി ഇന്ന് ഈ സൊസൈറ്റിയിൽ ഉണ്ടെന്നുള്ള കൃത്യമായിട്ട് അറിയാവുന്നവർ തന്നെയാണല്ലോ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ളൊരു കലാസൃഷ്ടി ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്നത്. അറിയാം ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ടെന്നുള്ളതിൻ്റെ അടുത്ത് നമ്മൾ ആരും എതിർക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഇവരുണ്ടെന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള പണി ചെയ്യുന്നവരല്ലേ ഫസ്റ്റ് കുറ്റക്കാർ. നമുക്ക് അങ്ങനെ പറയുമ്പോഴും പണി ചെയ്തതിന് ശേഷമാണല്ലോ നമ്മൾ കാണുന്നത്. അത് ചെയ്ത് വെച്ച സാധനം നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കാണുന്നത് അത് അവൻ്റെ ഒരു തെറ്റായിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് ചിത്രീകരിക്കാൻ പറ്റില്ല. സെർച്ച് ചെയ്ത് കാണുന്നവരുണ്ട്, അവരല്ല പറയുന്നത്. അല്ല, എനിക്കങ്ങനെ തർക്ക വിഷയങ്ങളില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ മീഡിയ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുകയും ഇടുകയും ചെയ്യുമ്പോഴും അതിൻ്റെ താഴെയുള്ള പല ക്യാപ്ഷനും ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അതൊരു കോൺട്രവേഴ്സിക്ക് വേണ്ടി മാത്രം പലപ്പോഴും വളരെ ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ പേര് വരെ മാറ്റി എഴുതുന്ന മീഡിയാസിനെ നമ്മൾ കാണാറുണ്ട്. ലാലേട്ടനെ കാണിച്ച് മമ്മൂക്ക നടന്നു വരുന്നത് കണ്ടോ എന്ന് പറയുന്ന മീഡിയ നമ്മൾ കാണാറുണ്ട്. അതിന്റെ താഴെയും എടാ മണ്ട അത് ലാലേട്ടനാണ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നവരുണ്ട്. നമുക്ക് ഉറപ്പായിട്ടും അറിയാം ഇവരറിഞ്ഞിട്ടും ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ
ഒരു ഇഷ്ടത്തിന് വേണ്ടി ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും കുറേയൊക്കെ നമ്മൾ ഇത് കണ്ടില്ല എന്ന് നടിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നെ പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനൊന്നും ഉറപ്പായിട്ടും പോകുന്നില്ല. കാരണം നമ്മൾ എത്തരത്തിലുള്ള കണ്ടന്റ് ഇഷ്ടപ്പെടുന്നു അത്തരത്തിലുള്ള കണ്ടന്റേ നമുക്ക് വരുന്നുള്ളൂ. അപ്പൊ അതിന് മാർക്കറ്റ് ഉണ്ട്. പണ്ടൊന്നും ഇത്രയും മീഡിയാസ്, ഇത്രയും നമ്മൾ ഈ പറയുന്ന ഈ മോശമായി ചിത്രീകരിക്കുന്ന മീഡിയാസ് ഇത്രയും ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ് അത് കൂടി വന്നത്? ഇപ്പം എല്ലാവരും അങ്ങനെ ചിത്രീകരിക്കും. പക്ഷെ ഇപ്പോഴും അവരുടെ ഇടയ്ക്കും നല്ല ആളുകളുണ്ട് കേട്ടോ. അവരുടെ ഇടയ്ക്കും നന്നായി ചെയ്യുന്നവരും നന്നായി ഇപ്പം അവർ പെയ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് എനിക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പൊ അവർ പെയ്ഡായി വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അവർ നന്നായി വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്, ഒരുപാട് മീഡിയാസ് ഉണ്ട്. പക്ഷെ അല്ലാതെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകൾ, ഈ പറയുന്ന പോലെ മോശമായി കാണാൻ ആളുകൾ ഉള്ളത് കൊണ്ട് അവരുടെ വ്യൂവേഴ്സിനെ തൃപ്തിപ്പെടുത്തുന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കൊടുക്കൽ വാങ്ങൽ മാത്രമാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഇവൻ ചെയ്തത് കൊണ്ടല്ലേ അവരത് കണ്ടത്, അങ്ങനെയൊന്നും നമുക്ക് ഇത്തരത്തിൽ അങ്ങനെ ചിത്രീകരിക്കുന്ന ഒരു വ്യക്തി മോശം ഒരു രീതിയിൽ മീനാക്ഷിയുടെ അങ്ങനെ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ മീനാക്ഷി പ്രതികരിക്കുമോ? പ്രതികരിക്കാനൊന്നുമില്ല. നമുക്ക് ലീഗലായിട്ട് മൂവ് ചെയ്യാൻ എല്ലാ സാധ്യതകളും അത്തരത്തിലാണെങ്കിൽ നീ ക്യാമറ മാറ്റി എന്ന് പറയാനുള്ള ആർജവം കാണിക്കല്ലേ? അല്ല, പലപ്പോഴും ഇത് കണ്ടുകൊണ്ടാവണമെന്നില്ലല്ലോ. ഇത് ഇപ്പൊ നടക്കുന്ന പലതും, ഇപ്പം സ്ത്രീകൾ ഇത് കണ്ടാലും ഇപ്പൊ പുരുഷന്മാരാണെങ്കിലും നമ്മളെ ഒരു മോശമായ സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ നമ്മളുടെ വളരെ പ്രൈവറ്റ് ആയിട്ട് നമുക്കിപ്പം നമ്മൾ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നു, അതെനിക്ക് പുറത്ത് കാണിക്കാൻ താല്പര്യമില്ല. ഇപ്പൊ ഞാനും ചേട്ടനുമായിട്ടൊന്ന് സംസാരിക്കുന്നത്, നമ്മൾ പറയുന്നത് എന്താണെന്ന് നമ്മളല്ലാതെ മറ്റൊരാൾ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവിടെ വന്ന് ഷൂട്ട് ചെയ്താൽ നമുക്ക് പറയാം ഷൂട്ട് ചെയ്യരുതേ, നമ്മൾ സംസാരിക്കുകയാണ്. അപ്പൊ മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യാതെ പോകുന്ന ആളുകളെയും നമുക്കറിയാം. പക്ഷെ അതല്ല ഇപ്പൊ പറയുന്നത്, ഈ ഡ്രസ്സൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടോ മാറുകയോ ഒക്കെ ചെയ്യുമ്പോൾ അറിയാത്ത രീതിയിൽ എടുത്തിരുന്ന ആളുകളെ എത്രയോ നല്ല രീതിയിൽ നമുക്ക് ഇപ്പം ലീഗലി, ഇപ്പൊ ചേട്ടൻ വക്കീലാവാൻ പോകുന്ന ആളാണ്, നമുക്കറിയാലോ, ലീഗലായിട്ട് മൂവ് ചെയ്യാനിരുന്ന മീഡിയയെ പൂട്ടി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതൊക്കെ അറിയുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അതിനോട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഈ റൂമേഴ്സ്, പപ്പരാസികൾ, റൂമേഴ്സ് പഠിച്ചു വിടുക എന്ന് പറയുന്നത് ഒരു സമയത്ത് കേട്ടിരുന്നു. കൗശിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര പ്രണയമാണ് നിങ്ങൾ തമ്മിൽ കേട്ടത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഒന്നും കേൾക്കാത്ത രീതിയിൽ എല്ലാ റൂമേഴ്സും അങ്ങനെ തന്നെയല്ലേ? പക്ക റൂമർ തന്നെയായിരുന്നു. അതൊക്കെ ഒരു രസമാണ്. ഇപ്പൊ കുറെ റൂമേഴ്സ് വന്നാലും നമ്മൾ അതിനൊന്നും ഇപ്പൊ ആരും എനിക്ക് തോന്നുന്നില്ല അതങ്ങനെ മൈൻഡ് ചെയ്യുന്നവരുണ്ടെന്നോ. ഇത് വിശ്വസിക്കുന്ന ആളുകൾ, ഞങ്ങളുടെ കാര്യമല്ല പറയുന്നത്, ഇപ്പൊ പൊതുവെ ആരെ പറ്റി ഇങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മൾ അങ്ങനെ ഒരു മീഡിയയിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞങ്ങ് വിട്ടുകളല്ലോ. കാരണം റൂമേഴ്സ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിപ്പോ നമ്മുടെ ഇടയ്ക്ക് ഉണ്ടാവാറില്ലേ? നമ്മൾ കുറച്ച് പേര് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ പറ്റിയോ നമ്മൾ വീട്ടിലൊക്കെ വന്ന്, ഞാനൊക്കെ ഇഷ്ടംപോലെ റൂമേഴ്സ് പറയുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ബാക്കിയുള്ളവർ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാനതിന്റെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യം ഒന്ന് പറയുന്നു. പക്ഷെ അതുപോലെ ആയിരിക്കണം എന്നില്ല. ഈ മീഡിയയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് കുറച്ച് നാളത്തേക്ക് ഒരു റീച്ച് കിട്ടുന്നു. അതാരെയും ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ലല്ലോ. ഈ പറയുന്ന പോലെ അതൊരു റൂമറാണ്. ഇപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ആർക്കും വലിയ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരാളെ പേഴ്സണലി ഹേർട്ട് ചെയ്യുന്നൊന്നുമില്ല. അതുകൊണ്ട് അപ്പൊ അതൊരു ഞാനൊരു എന്റർടൈൻമെന്റ് ആയിട്ട് കണ്ട് കാണുന്നവർക്ക്. കമന്റുകൾ വിഷമിപ്പിക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല. ഇനിയും വന്നോട്ടെ എന്നാണ് പറയുന്നത്? അങ്ങനെയോ അല്ല, ഇനി വരുന്നതിനോട് എനിക്ക് താല്പര്യമൊന്നുമില്ല. കമന്റുകൾ മീൻസ് നല്ല കമന്റുകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ ഈ നെഗറ്റീവ് കമന്റുകളെ കഴിഞ്ഞും കൂടുതൽ ഞാൻ ഓരോ ആളുകളുടെയും അഭിപ്രായമായിട്ടാണ് കണക്കാക്കുന്നത്. എല്ലാവർക്കും എന്റെ അഭിപ്രായത്തിനോട് യോജിക്കുന്നവരും യോജിക്കാതിരിക്കുന്നവരും മാന്യമായ ഭാഷയിൽ സോഷ്യൽ മീഡിയ. എന്റെ അക്കൗണ്ട് എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒന്നല്ല. അപ്പൊ അവിടെ വന്ന് ആർക്കും മാന്യമായ ഭാഷയിൽ എന്തും സംസാരിക്കാനുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെ എടുത്തു പറയേണ്ട കാര്യം മാന്യമായ ഭാഷ. അതെ, അതുപോലെ തന്നെ ഈ ഫെമിനിസം എന്ന് പറയുന്ന വാക്ക് ഇപ്പം വലിയ ചർച്ചാ വിഷയമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്താണ് ഫെമിനിസം? അതായത് മീനാക്ഷി മനസ്സിലാക്കിയിരിക്കുന്ന ഫെമിനിസം എന്താണ്? എന്റെ ഫെമിനിസത്തെ പറ്റിയൊക്കെ ഞാൻ മുന്നേയും FB-ലൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മുടെ മീഡിയയിലൂടെ പറയാനാണെങ്കിൽ എന്താണ്? അല്ല, എനിക്ക് എവിടെ പറഞ്ഞാലും ഒരു ഫെമിനിസം തന്നെയാണ്. ഒരു തുല്യ അവകാശങ്ങളുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത്, ഏത് ജെൻഡർ ആണെങ്കിലും തുല്യ അവകാശങ്ങളുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് സ്ത്രീയെ പോലെ തന്നെ പുരുഷനും അവകാശങ്ങളുണ്ട്. അപ്പോ ഒരു സ്ത്രീ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുരുഷനെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയുന്നിടത്ത് തന്നെയാണ് എന്റെ ഫെമിനിസം. അതായത് എല്ലാവർക്കും തുല്യ അവകാശങ്ങളാണ്. ഒരാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ചെയ്തെടുക്കുന്നതൊന്നും ശരിയായ ഫെമിനിസം ആണെന്നോ ഒന്നും എനിക്ക് അഭിപ്രായപ്പെടാൻ കഴിയില്ല. അല്ല, എങ്കിൽ പോലും ഞാനിപ്പോൾ ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ഫെമിനിസം എന്ന വാക്കിട്ടുകൊണ്ട് പല സംഘടനകളും ഫെമിനിസം എന്ന് പറയുന്ന രീതിയിൽ, അല്ലെ സംഘടന അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്ന് തന്നെ പറയാം, ചില വ്യക്തികൾ ഈ വട്ടപ്പൊട്ടും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന രീതിയിൽ പല കമന്റുകളും കണ്ടിട്ടുണ്ടല്ലോ. ഈ മുടി വട്ടം കെട്ടുക, അതുപോലെ വട്ടപ്പൊട്ട് തൊടുക എന്നുള്ള രീതിയിലൊക്കെ അത്തരത്തിൽ, അതായത് പക്ക പുരുഷ വിരോധികളായിട്ടുള്ള ഒരു പക്ഷം
ഫെമിനിസ്റ്റുകൾ ഒരിക്കലും പുരുഷ വിരോധികളല്ല. അല്ല. പക്ഷേ എന്നാൽ പുരുഷ വിരോധികളായിട്ടുള്ള കുറച്ച് പേർ ഫെമിനിസം എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്നതിനോട് എന്താണ് അഭിപ്രായം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ കാട്ടിക്കൂട്ടലുകൾ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. ഈ അടുത്തൊക്കെ നമുക്ക് ഒരുപാട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലേ, ഈ നമ്മൾ തമ്മിൽ തന്നെ ശ്രീകണ്ഠൻ നായരുടെ ഷോ തുടങ്ങുന്നത് ഈ ഒരു ഇത്തരത്തിലൊരു പ്രോഗ്രാമിലൂടെയാണ്. അല്ല, എനിക്ക് ശ്രീലക്ഷ്മി അറയ്ക്കലൊന്നും ഒരു പുരുഷ വിരോധിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിൻ്റെ അകത്ത് വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു, എൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ എനിക്ക് കിട്ടുന്നില്ല. അവരൊക്കെ പറയുന്ന പല നിലപാടുകളും പുരുഷ വിരോധം എന്തോ വലിയ രീതിയിൽ ഹൃദയത്തിലേക്ക് കയറ്റി അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ളവർ അതാണോ ഫെമിനിസം? ഒരിക്കലും അതല്ലല്ലോ ഫെമിനിസം. ഇത് കേൾക്കുന്നത് നമ്മൾ ഓരോരുത്തർക്കും തോന്നുന്നില്ല. അതുപോലെ തന്നെ മീനാക്ഷി പറയുണ്ടായി തുല്യത ഉള്ള നാട്ടിൽ നിന്ന്. നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം തുല്യത ഇല്ലല്ലോ, തുല്യ അവകാശമില്ല. തുല്യ അവകാശങ്ങൾ എന്ന് ഞാൻ പറയുമ്പോഴും തുല്യ അവകാശങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ഫെമിനിസം വന്നതും ഇന്ന് ഫെമിനിസം നിലകൊള്ളുന്നതും അതിനു വേണ്ടിയായിരിക്കാം. അതായത് നമുക്ക് തുല്യ അവകാശങ്ങൾ ആവശ്യമാണ്. അത് ശാരീരികമായിട്ടല്ല, ബാക്കി എല്ലാ കാര്യത്തിലും നമ്മളുടെ ജോലിപരമായിട്ടുള്ളതും എല്ലാ സാധ്യതകളും കൃത്യമായി ഉപയോഗിക്കാൻ മറ്റാരെ പോലെയും ഏതൊരു സ്ത്രീക്കും പുരുഷനും സാധിക്കണം. അതൊക്കെയും ഫെമിനിസമാണ്. പക്ഷെ നിയമപരമായിട്ടുള്ള ഒരു രീതി നോക്കുമ്പോൾ പുരുഷനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുന്നത് സ്ത്രീക്കല്ലേ? ബസ്സിലാണെങ്കിൽ അത് മേ ബി മെജോറിറ്റി ആയിട്ട് മാറ്റണ്ടേ? അങ്ങനെ തുല്യത വേണോ? എല്ലായിടത്തും തുല്യത വേണ്ട. എങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ശാരീരികമായിട്ടുള്ള തുല്യതയല്ല ഉദ്ദേശിക്കുന്ന, അവകാശങ്ങളിലുള്ള അല്ല, ശാരീരികമായിട്ട് തുല്യത അല്ല. വേറൊരു കാര്യം, ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്യാണെന്നിരിക്കട്ടെ, സ്ത്രീയുടെ സംവരണത്തിലുള്ള സീറ്റിൽ ഞാൻ ഇരിക്കുന്നു, തൊട്ടുപുറം വയ്യാതെ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു ചേട്ടൻ കടന്നു വരുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് കൊടുക്കും, അദ്ദേഹത്തോട് ഇരിക്കാൻ ആവശ്യം. അത് ശാരീരികമായിട്ടുള്ള അല്ല. പക്ഷെ അത് എന്ന് പറയുന്നത് എന്താ, മീനാക്ഷിയെ പോലെ വളരെ ചുരുക്കം ചെയ്യുന്ന ഒരു സൽപ്രവൃത്തിയായിരിക്കും. ബഹുഭൂരിപക്ഷം പേര് എങ്ങനെയാന്ന് പറയട്ടെ, ബഹുഭൂരിപക്ഷം പേരും എങ്ങനെയാന്ന് പറയട്ടെ. ഞാനത് ജനറലൈസ് ചെയ്ത് പറയുന്നില്ല. മീനാക്ഷിയെ പോലെ ഒരു ശതമാനത്തെ നമ്മൾ മാറ്റി നിർത്തുന്നു. ബഹുഭൂരിപക്ഷം പേര് ഇതെന്റെ സീറ്റല്ലേ, എന്തിന് ഞാൻ മാറി കൊടുക്കണം, ഇങ്ങനെ ഇരിക്കുന്നവരാണ്. അതായത് അതിന്റെ ആനുകൂല്യം മാക്സിമം എടുക്കാൻ ശ്രമിക്കുന്നവരാണ് എന്നുള്ളതാണ്. തുല്യത അവകാശപ്പെടുമ്പോൾ എല്ലായിടത്തും തുല്യമായിരിക്കും. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്നിടത്താണെങ്കിലും, നമ്മൾ ജോലി ചെയ്യുന്നിടത്താണെങ്കിലും, നമ്മൾ സഞ്ചരിക്കുന്നിടത്താണെങ്കിലും, നമ്മൾ പോകുന്ന അമ്പലത്തിനാണെങ്കിലും പള്ളിയിലാണെങ്കിലും എല്ലായിടത്തും തുല്യത വേണ്ടേ? അത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി സീറ്റ് വേണം എന്ന് വാശി പിടിക്കാൻ വന്ന ആളല്ല. അപ്പോൾ എൻ്റെ അഭിപ്രായം തുല്യത അവിടെ നടപ്പാവുന്നില്ല എന്ന് പറയുന്നതിലും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ശാരീരികമായിട്ട് ഈ പറയുന്ന ഇപ്പോൾ സ്ത്രീകൾക്ക് ശാരീരികമായിട്ട് ഈ പീരീഡ്സ് ആവുന്നതോ അല്ലെങ്കിൽ ഒരു ഗർഭാവസ്ഥയിലുള്ള സ്ത്രീയോ ഒന്നും ശാരീരിക അവസ്ഥയാണ്, അതൊരു കണ്ടീഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ്. അതായത് നമുക്കൊരു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായാൽ അവിടെ ഈ പറയുന്ന സീറ്റ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾക്കും കൂടിയാണ് ഈ പറയുന്ന സംവരണമൊക്കെ. അല്ലാത്ത രീതിയിലൊരു തുല്യത ഉണ്ടെങ്കിൽ അവിടെ സംവരണത്തിന്റെ ആവശ്യം വരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി സീറ്റുള്ള അത്രയും ആളുകളെ മാത്രമേ ബസ്സിൽ കയറ്റൂ എന്ന് തീരുമാനിക്കണം. പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായിട്ട് സീറ്റ് വെക്കാം. നമുക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു സ്റ്റേറ്റിൽ എത്താതെ ഇത്ര ആളുകളെ മാത്രം, ഇത്ര സീറ്റുകളാണ് ഈ ബസ്സിലുള്ളത്, ഇത്ര സീറ്റുകളുള്ള ബസ്സിൽ ഇത്ര ആളുകളെ കയറ്റാം, ബാക്കി നിന്നു പോകുന്ന അവസ്ഥയോ മുന്തിത്തള്ളുന്ന അവസ്ഥയോ വരാതിരിക്കട്ടെ, അങ്ങനെയും നമുക്ക് ചിന്തിക്കാമല്ലോ. ഇവിടെ എൻ്റെ ആവശ്യം പുരുഷന്മാരെ നിർത്തിക്കൊണ്ട് സ്ത്രീകളെ ഇരുത്തുക എന്നുള്ളതല്ല. രണ്ടുപേർക്കും മാനസിക ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ രണ്ടുപേരും ശാരീരികമായിട്ട് ഓക്കെ ആവുന്ന തരത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫെമിനിസം ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇത് കാണുന്ന എല്ലാവരുടെയും മനസ്സിൽ വന്നു ചേരുന്ന ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഈ പറയുന്ന മോശമായ അവകാശങ്ങളെയോ അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശങ്ങളെയോ ഒക്കെ തട്ടിപ്പറിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മളൊരു അവകാശം എന്ന് പറയുമ്പോൾ നമ്മുടെ അവകാശത്തിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു അവസ്ഥ കൊണ്ട് നമുക്ക് ആവശ്യമായി വരുന്ന, അത്യാവശ്യമായി വരുന്ന ഒരു സംഭവമായേക്കാം അത്. അതുകൊണ്ട് മാത്രമാണ് അത് അവിടെ ആവശ്യപ്പെടുന്നത്. രാഷ്ട്രീയത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? രാഷ്ട്രീയത്തെ വളരെ നന്നായാണ് നോക്കി കാണുന്നത്. നമ്മളെല്ലാവരും രാഷ്ട്രീയത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. ഇന്നും നാളെയും ഇന്നലെയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ രാഷ്ട്രീയം ഉണ്ട്. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ ഇപ്പോൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ചോദിക്കുന്നത്, ജനാധിപത്യം ഇന്നുണ്ടോ ഇന്ത്യയിൽ? അതോ മതേതരത്വ നിലപാടൊക്കെ സൂക്ഷിക്കുന്ന രീതിയിൽ തന്നെയാണോ ഇന്ത്യയുടെ ഭരണം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ചിന്തിക്കുന്നുണ്ടോ? എനിക്കില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ, കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ വളരെ ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. ഈ പറയുന്ന പോലെ ഓരോരുത്തർക്കും നിലപാടില്ലെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയം ഇല്ലെന്നോ ഒക്കെ നമ്മൾ ഒന്നോ രണ്ടോ പേരെ ചൂണ്ടിക്കാണിച്ച് പറയുമായിരിക്കും. പക്ഷെ കേരളം ഇപ്പോഴും ജനാധിപത്യ സ്ഥലം തന്നെയാണ്, ഇന്ത്യ ഇപ്പോഴും ജനാധിപത്യ സ്ഥലം തന്നെയാണ്. അപ്പം നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ ഒരു കോൺഫിഡൻസ് വേണ്ടത്? അതൊരു ധൈര്യം തന്നെയാണ്. നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ട്. അല്ലെങ്കിൽ ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ അഭിപ്രായത്തിനൊത്താണ്
മൊത്തം സാഹചര്യവും സൊസൈറ്റിയിൽ നമ്മുടെ അഭിപ്രായത്തിന് ഒരു വില ഉണ്ടെന്ന് പറയുന്നത് ഒരു കോൺഫിഡൻസ് തന്നെയാണ്. അപ്പോൾ ഈ നമുക്ക് കേരളത്തിലേക്ക് വരാം. കേരളത്തിന്റെ ഒരു ചുറ്റുപാട് അനുസരിച്ച് ഇപ്പം ഇലക്ഷൻ വരാൻ പോവാണ്, കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ പത്രങ്ങളിലൂടെയും? എല്ലാവരെയും പോലെ ശ്രദ്ധിക്കാറുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് എന്റെ മേഖല പൊളിറ്റിക്സ് അല്ലാത്തത് കൊണ്ട് അതിന്റെ അപ്പുറത്തേക്ക് അങ്ങനെ ചർച്ചകളോ കാര്യങ്ങളോ അല്ല, എങ്കിലും ഈ സാമൂഹ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യുന്ന ഒരു വീടായിട്ട് എനിക്ക് തോന്നിട്ട്, പ്രത്യേകിച്ച് അച്ഛൻ നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്ന ആളായിരുന്നു. അതൊക്കെ വല്ല ഇച്ചിരി സമയം ഉള്ളതേ ഉള്ളൂ. അല്ലാതെ ചേട്ടൻ ഇവിടേക്ക് വന്നാൽ ഇവിടുത്തെ മെയിൻ ടോപ്പിക് കൊച്ചു ടിവിയോ ഡോറ ബുജ്ജിയോ ആയിരിക്കാം. പക്ഷെ കാരണം എനിക്ക് 2 അനിയന്മാരാണ്. അപ്പൊ ഞങ്ങൾക്ക് അതിനുള്ള അങ്ങനെ ഫുൾ ടൈം രാഷ്ട്രീയവും അങ്ങനത്തെ സീരിയസ് ടോപ്പിക്കുകൾ സംസാരിക്കുന്ന ഒരു സ്ഥലമേ അല്ല. അത് ഞങ്ങൾ കൂടിയിരിക്കുമ്പോൾ രാത്രി കുറച്ച് സമയം വല്ല ഇവിടെ ന്യൂസ് എന്നും വെക്കും. അപ്പൊ ആ സമയത്ത് കൂടിയിരുന്ന് സംസാരിക്കും. അതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടാവാറേയില്ല. പക്ഷെ ഉണ്ടാവാത്തത് കൊണ്ട് ഇവിടെ ആരും അത് ശ്രദ്ധിക്കുന്നില്ലെന്നല്ല കേട്ടോ, ശ്രദ്ധിക്കലൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. എല്ലാ മനുഷ്യരെയും പോലെ ശ്രദ്ധിക്കാം. എങ്കിൽ പോലും ഒരു രാഷ്ട്രീയ ആശയം രൂപപ്പെട്ടിട്ടുണ്ടോ ഇതുവരെ മനസ്സിൽ? എനിക്കൊരു രാഷ്ട്രീയം ചിലപ്പോൾ ഇടതുപക്ഷമാകാം, ചിലപ്പോൾ കോൺഗ്രസ് ആശയത്തോടെ, ചിലപ്പോൾ BJP ആശയത്തോടായിരിക്കാം. എനിക്ക് എന്റേതായിട്ടുള്ള ആശയമുണ്ട്. അപ്പൊ അതിനോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടി നമ്മൾ നോക്കും. അതാരാണ്? അല്ലാതെ എന്റെ മാത്രം കാര്യമാണ്, അതെന്റെ മാത്രം. അല്ല അതൊക്കെ അല്ല, എങ്കിൽ പോലും ഒരു ഓപ്ഷൻ വെക്കുകയാണ്, CPM, BJP ഓർ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആണല്ലോ ഞാൻ പറഞ്ഞത്. അത് എന്റെ മാത്രം കാര്യമാണ്. അത് പറയാൻ കാരണം ഞാനിപ്പോ എനിക്ക് എന്റേതായ അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയം സംസാരിക്കുന്ന പാർട്ടി ആയിരിക്കുമല്ലോ ഞാൻ സ്വാഭാവികമായിട്ടും ചൂസ് ചെയ്യുക. പക്ഷെ ഞാൻ അങ്ങനെ ഒരു പാർട്ടി ഇപ്പം ഒരു തുറന്നു പറച്ചിൽ, അല്ലെങ്കിൽ അത് തുറന്നു പറച്ചിലിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനിപ്പോ പറഞ്ഞുകൊണ്ടൊന്നും നടക്കാനോ നടക്കാതിരിക്കാനോ ഒന്നും പോകുന്നില്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അത് പറയുന്ന സമയത്ത് നമുക്ക് ഇഷ്ടക്കേടുണ്ടാകുന്ന പല കാര്യങ്ങളും ഇതിൽ സംഭവിച്ചേക്കാം. അപ്പൊ ഞാനിപ്പോ എന്റെ നിലപാടോ അല്ലെങ്കിൽ എന്റെ രാഷ്ട്രീയമോ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളോടും എനിക്ക് യോജിപ്പാണെന്ന് എനിക്ക് പറയേണ്ടി വരും. അതല്ല, എനിക്ക് എന്റേതായ അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനോട് യോജിച്ച് നിൽക്കുന്ന പാർട്ടി സെലക്ട് ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ കേരളത്തിൽ? അതാ ഞാൻ പറഞ്ഞത്. ഞാൻ മാറ്റവോ തുടർഭരണമോ അങ്ങനെ ഒന്നും എനിക്ക് സ്പെസിഫൈ ചെയ്ത് എന്റെ ഒരു ആഗ്രഹം എന്ന നിലയിൽ ഡിപ്ലോമാറ്റിക് ആയിട്ടല്ലോ ഉത്തരം പറയുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്കൊരു ഉത്തരം പറയാൻ പറ്റില്ല. അതിനപ്പുറത്തേക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പാർട്ടിയോട് ചേർന്ന് നിന്ന് സംസാരിക്കാം, എന്റെ ആശയങ്ങളോട് ചേർന്ന് എനിക്ക് സംസാരിക്കാം. പക്ഷെ സത്യസന്ധ ആശയം വലതുപക്ഷമാണോ ഇടതുപക്ഷമാണോ എന്നാണ് എന്റെ ചോദ്യം. അതല്ലേ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇതാണ് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പം നിലവിൽ. അത് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ആര് വരണം എന്നുള്ളതിനെ കഴിഞ്ഞ് നമ്മുടെ ആഗ്രഹം എന്ത് കിട്ടണം എന്നുള്ളതിലാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം, കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് എന്തുണ്ടാവണം, എന്ത് മാറ്റം ഉണ്ടാവണം, ഇപ്പൊ നിൽക്കുന്നതിൽ എന്ത് നിലനിൽക്കണം എന്നൊക്കെ ഉള്ളതിലാണ് ആഗ്രഹം. അപ്പൊ അത് ആര് വരുന്നെന്നോ അല്ലെങ്കിൽ ആര് നിൽക്കുന്നു അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ചോയ്സ് വ്യത്യാസമാണ്. അതായിരിക്കും മേ ബി നിങ്ങൾ ജൻസികളിൽ കണ്ടിട്ടുള്ള വ്യത്യാസം എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അതാണ് പ്രശ്നം. നിങ്ങൾ രാഷ്ട്രീയമായിട്ട് നിലപാടുകൾ പറയില്ല, അതൊരു പ്രശ്നമാണ്. അതൊരു പ്രശ്നമല്ലല്ലോ, അതൊരു നല്ല കാര്യമല്ലേ. ഇപ്പൊ ഇന്നയാള് ഒരു കക്ഷി രാഷ്ട്രീയമല്ലല്ലോ. അതും വേണ്ടേ? അല്ല, ഒരു കക്ഷി രാഷ്ട്രീയമല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഒരു സ്ഥലത്ത് ചേട്ടനും ഉണ്ട് വേറൊരാളും ഉണ്ട്. ചേട്ടനും ഈ ചേട്ടനും ചേർന്ന് രണ്ടുപേരും 2 സിനിമ ഇറക്കുന്നു. അപ്പോ ഞാൻ ചേട്ടന്റെ സിനിമ കാണണോ മറ്റേ ചേട്ടന്റെ സിനിമ കാണണോ? ഞാൻ പറയും എനിക്ക് നല്ല സിനിമ കണ്ടാൽ മതി. നിങ്ങളിൽ ആരായാലും എനിക്ക് വിഷയമില്ല, നായകൻ ആരായാലും എനിക്ക് പ്രശ്നമില്ല, നല്ല സിനിമയായിരിക്കണം. അതിനപ്പുറത്തേക്ക് എന്താ അഭിപ്രായം? അത്രേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഏകദേശം 2 മണിക്കൂർ നീണ്ട വിശാലമായൊരു 2 മണിക്കൂറിന്റെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1.25 മണിക്കൂറിന്റെ മുകളിൽ 2 മണിക്കൂറിനിടയിൽ നമുക്ക് കൂട്ടാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇന്റർവ്യൂ നല്ല രീതിയിൽ കുറേ കാര്യങ്ങൾ മീനാക്ഷിയെക്കുറിച്ച്, മീനാക്ഷിയുടെ നിലപാടുകൾ എന്താണെന്നും എന്താണ് രാഷ്ട്രീയ കാഴ്ചപ്പാടെന്നുള്ളതും അതുപോലെ തന്നെ എന്താണ് സാമൂഹികപരമായിട്ട് എങ്ങനെയാണ് ഇടപെടലുകൾ സമൂഹത്തിന് വേണ്ടി നടത്തേണ്ടതെന്നുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഇനിയും നമുക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. വളരെ നല്ല രീതിയിൽ ഇതുപോലെ തന്നെ കൃത്യമായ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് തന്നെ നിലപാട് പറയാൻ യാതൊരു ശങ്കയും കാണിക്കാതെ തുറന്നു പറയേണ്ടടുത്ത് തുറന്നു പറയുകയും എല്ലാം സമൂഹത്തിന് വേണ്ടി സമൂഹത്തിൻ്റെ ഒരു തുറന്ന കണ്ണാടിയായിരിക്കണം എന്ന് പറയുന്ന പോലെ അത്തരത്തിൽ സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ നല്ല പ്രവർത്തനം ചെയ്ത് ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം നേടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു ചേട്ടാ. ചേട്ടന് നല്ലൊരു ലോയർ ആവാനായിട്ട് പറ്റട്ടെ. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, നല്ല രസമുണ്ടായിരുന്നു. തീർച്ചയായും.